സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന് മർദ്ദനമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പന്തീരാങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. മാങ്കാവ് സ്വദേശി നിഷാദിനാണ് മർദ്ദനം നേരിടേണ്ടി വന്നത്. ചേതൻ തന്നെ പറയും എന്താണ് സംഭവിച്ചതെന്ന്. ചേതൻ, ഈ സ്വകാര്യ ബസ്സിൽ ഇപ്പോൾ യാത്രക്കാരന് മർദ്ദനമേറ്റു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ ബസ്സിൽ സംഭവിച്ചത് എന്താണ്? നിഷാദിനെ ആരാണ് മർദ്ദിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് മർദ്ദിച്ചത്? മനു, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഈ പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പിൻ സീറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന യാത്രികനായ ഈ മാങ്കാവ് സ്വദേശി നിഷാദിനാണ് ഗുരുതരമായി ഈ പരിക്കേറ്റത്. മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ പറമ്പിൽ ബസാർ സ്വദേശി റംഷാദാണ് ഇയാളെ ആക്രമിച്ചത്. സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. റംഷാദ് ഈ നിഷാദിൻ്റെ സമീപത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ റംഷാദ് നിഷാദിൻ്റെ തോളിൽ കൈവച്ചു. ഇത് ഈ നിഷാദിന് ഇഷ്ടപ്പെട്ടില്ല. തോളിൽ നിന്ന് ഈ കൈ മാറ്റാൻ ഇയാൾ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതി അതിന് വഴങ്ങിയില്ല, മുറുക്കി പിടിക്കുകയായിരുന്നു. പിന്നീട് ബലം പ്രയോഗിച്ച് ഈ തോളിൽ നിന്ന് കൈ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ പ്രതി ഇയാളെ ക്രൂരമായി തല്ലുന്നത്. മുഖത്ത് കുത്തുകയും അതുപോലെ തന്നെ നെഞ്ചിൽ ചവിട്ടുകയും ഒപ്പം തന്നെ ബസ് നിർത്തിച്ച് ഇയാളെ ഇറക്കി വിടുന്ന ഒരു കാഴ്ചയുമാണ് സംഭവിച്ചത്. ഈ പരാതിയിൽ പറയുന്നത് ഈ നിഷാദിൻ്റെ 13,000 രൂപ വിലയുള്ള മൊബൈൽ ഫോണും അത് തന്നെ കൈവശമുണ്ടായിരുന്ന 4,500 രൂപയും ഈ പ്രതി പിടിച്ചു പറിച്ചു എന്നതാണ്. പക്ഷേ നിലവിൽ ഈ പ്രതി കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. നിലവിൽ ഈ പ്രതി ഇപ്പോൾ കസബ പോലീസ് സ്റ്റേഷനിൽ പിടിയിലാണ്. മനു, തീർച്ചയായും അയാളുടെ അഹങ്കാരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പാവം മനുഷ്യനെ നോക്കൂ, എത്ര ക്രൂരമായിട്ടാണ് അയാൾ മർദ്ദിക്കുന്നത്. ഇതൊന്നും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ മനസ്സിലായി കാണും കേരള പോലീസ് എന്താണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാകും. അവിടെ ഇരിക്കട്ടെ, ജയിലിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ കിടക്കട്ടെ. ഗോതമ്പുണ്ട തിന്നട്ടെ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഇപ്പോൾ ജയിലിൽ ഉണ്ടല്ല, ആ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ. എന്തായാലും ജയിലിൽ കിടക്കട്ടെ, അത് തന്നെയാണ് വേണ്ടത്. ഒരു തോളിൽ കൈയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടതെന്ന് ചോദിക്കേണ്ടി വരും. ഏതായാലും ശക്തമായ നടപടി വന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ചേതനാണ് ആ വിവരങ്ങൾ നമുക്ക് നൽകിയത്.